നമ്മുടെ പ്രപഞ്ചത്തിലെ ഒരു അത്ഭുതമാണ് RxCJ 0032.1+1808 എന്ന ഗാലക്സി ക്ലസ്റ്റർ ലയനം. ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ നമുക്ക് പരിശോധിക്കാം. സമീപത്തുള്ള ഒരു ഗാലക്സി ക്ലസ്റ്ററായ RxCJ 0032.1+1808-നെക്കുറിച്ചുള്ള പുതിയ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേക്ക് നിരീക്ഷണാലയത്തിലെ ഡീമോസ് മൾട്ടി ഒബ്ജക്റ്റ് സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ചാണ് ഈ നിർണായക നിരീക്ഷണങ്ങൾ നടത്തിയത്. ഈ നിരീക്ഷണങ്ങളുടെ ഫലമായി RxCJ 0032.1+1808 എന്ന ക്ലസ്റ്റർ ഒരു വലിയ ലയന പ്രക്രിയയിലൂടെ കടന്നുപോകുകയാണെന്ന് കണ്ടെത്തി. ആയിരക്കണക്കിന് ഗാലക്സികളെ ഗുരുത്വാകർഷണത്താൽ ഒരുമിച്ച് നിർത്തുന്നതാണ് ഗാലക്സി ക്ലസ്റ്ററുകൾ. ഇവ ഉപക്ലസ്റ്ററുകളുമായി ലയിച്ചാണ് വളരുന്നത്. ഗാലക്സി ക്ലസ്റ്ററുകൾ ലയനങ്ങളുടെ ഫലമായി രൂപം കൊള്ളുകയും ഉപക്ലസ്റ്ററുകൾ അക്രൂട്ട് ചെയ്യുന്നതിലൂടെ വലുതാകുകയും ചെയ്യുന്നു. ഗാലക്സി ക്ലസ്റ്ററുകളുടെ ലയനങ്ങൾ, ഗാലക്സി പരിണാമം, പ്രപഞ്ചശാസ്ത്രം എന്നിവ പഠിക്കാൻ മികച്ച പരീക്ഷണശാലകളാണ്. RxCJ 0032.1+1808 എന്നത് ദൃശ്യപ്രകാശ തരംഗങ്ങളിൽ 1965 തിരിച്ചറിഞ്ഞ ഒരു ഗാലക്സി ക്ലസ്റ്ററാണ്. ഈ ക്ലസ്റ്റർ ഏകദേശം 1.1 ക്വാഡ്രില്യൺ സൗരഭാരമുള്ളതും സമ്പന്നവുമായ ഒന്നാണ്. ഇതിന്റെ ആദ്യകാല നാമം ZWCL 0029.5+1750 എന്നായിരുന്നു. കാലിഫോർണിയ സർവകലാശാലയിലെ ഡേവിഡ് വിറ്റ്മാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡീമോസ് ഉപയോഗിച്ച് RxCJ 0032.1+1808-നെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിച്ചത്. അവരുടെ നിരീക്ഷണങ്ങൾ ക്ലസ്റ്റർ ലയിച്ചുകൊണ്ടിരിക്കുകയാണെന്നതിന് തെളിവുകൾ നൽകി. എക്സ്റേ മോർഫോളജിയിൽ ദ്വിഭാവം ബിമോഡാലിറ്റി കണ്ടെത്തി. ഡീമോസ് ഡാറ്റയിൽ ക്ലസ്റ്ററിന്റെ എക്സ്റേ മോർഫോളജിയിൽ 2 വ്യത്യസ്ത കൊടുമുടികൾ കണ്ടെത്തി. ഇത് ലയിച്ചുകൊണ്ടിരിക്കുന്ന 2 ക്ലസ്റ്ററുകളുടെ സൂചനയാണ്. ഈ എക്സ്റേ കൊടുമുടികൾ തമ്മിൽ ഏകദേശം 1.3 മില്യൺ പ്രകാശവർഷം അകലമുണ്ട്. മുൻകാല നിരീക്ഷണങ്ങളിൽ കണ്ടെത്തിയ റേഡിയോ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം ഈ ക്ലസ്റ്റർ ആദ്യ പെരിസെന്ററിന് ശേഷമുള്ള അവസ്ഥയിലാണെന്ന് സൂചിപ്പിക്കുന്നു. ലയനത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചകൾ നേടുന്നതിനായി ഗവേഷകർ പഠനം തുടർന്നു. 2 ഉപക്ലസ്റ്ററുകൾ തമ്മിലുള്ള കാഴ്ചയുടെ ദിശയിലുള്ള ആപേക്ഷിക വേഗത വളരെ കുറവാണെന്ന് ഏകദേശം 76 km/s കണ്ടെത്തി. ഇത് ലയനം തലക്ക് നേരെയല്ലാതെ പ്രധാനമായും ആകാശത്തിന്റെ തലത്തിൽ സംഭവിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഈ കണ്ടെത്തലുകൾ RxCJ 0032.1+1808 ഒരു പ്രധാനപ്പെട്ടതും സമ്പന്നവുമായ ലയന ക്ലസ്റ്ററാണെന്ന് സ്ഥിരീകരിക്കുന്നു. ലയിക്കുന്ന ക്ലസ്റ്ററുകളുടെ ഭൗതികശാസ്ത്രം പഠിക്കുന്നതിനും ഉയർന്ന വേഗതയിലുള്ള കൂട്ടിയിടികളിലെ ഡാർക്ക് മാറ്ററിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിനും ഇതൊരു മികച്ച വേദിയാണ്. അതുകൊണ്ടുതന്നെ ഈ ക്ലസ്റ്റർ ഡാർക്ക് മാറ്ററിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾക്ക് വളരെ സഹായകമായ ഒരു ഇടമായിരിക്കും.